ഹായ്, വെൽക്കം ടു പ്രെപ്സ്കെയിൽ. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസിലെ ഒരു പോർഷനാണ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ഭാഗം. അതിൻ്റെ തുടക്കമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്കി ഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ട്സിന് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി എന്ത് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക് നോക്കാം. അപ്പം ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇതെന്താണ്, ജെനറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതാണ്. നമ്മുടെ ബയോളജിയിലെ ഒരു ബ്രാഞ്ചാണ് എന്ത്, ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാധാരണ പറയാറുണ്ട് എന്താണ്, സ്റ്റഡി ഓഫ് ജീൻസ് എന്ന് പറയാറുണ്ട്. ജീനുകളെ കുറിച്ചുള്ള പഠനമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ജെനറ്റിക്സ് ആണ്. അപ്പോൾ ജനിതക ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ജീനുകളെ കുറിച്ച്, അതേപോലെ തന്നെ എന്താണ്, പാരമ്പര്യ ഘടകങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ വേരിയേഷൻസിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു പഠന ശാഖയാണ് എന്ത്, ജെനറ്റിക്സ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്, ഈ ഒരു പോർഷൻ വരുന്നത്. അപ്പോൾ ജെനറ്റിക്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജീൻ എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെല്ലാണ് അല്ലെ, കോശമാണ്. സെൽ ഈസ് ദ ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് അവർ ബോഡി അല്ലെ, അവർ ലൈഫ് എന്ന് പറയാം. അപ്പോൾ ആ സെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കോടിക്കണക്കിന് സെല്ല് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സെല്ലുണ്ട്, ആ സെല്ലിന് സെൻറ്ററിലായിട്ട് സെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അതിന് നമ്മൾ എന്ത് പറയും, മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയും. ഇതെന്താണ്, സെല്ലാണ്. സെല്ലിന് നടുവിലായിട്ട് എന്തുണ്ട്, സെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് എന്ത്, നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, ന്യൂക്ലിയസ്. അപ്പോൾ ഈ ന്യൂക്ലിയസിനകത്ത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേ സെല്ലിനെ നമ്മുടെ മാറ്റി വരയ്ക്കുകയാണ് ഒന്നുകൂടി. ഇതിനകത്തായിട്ട് എന്ത് കാണുന്നുണ്ട്, കണ്ടൻസ്ഡ് ഫോമിലുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്. ഈ സ്ട്രക്ചറിനെ നമ്മൾ പറയുന്നതാണ് ക്രോമസോം. എന്താ പറയുക, ക്രോമസോം എന്ന് പറയും. ഓക്കെ, ക്രോമസോം എന്ന് പറയും. ഈ ക്രോമസോമിനകത്താണ് നമ്മുടെ ജനിതക മെറ്റീരിയൽ അല്ലെങ്കിൽ ജനിതക വസ്തു അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്ന ആരുള്ളത്, DNA ഉള്ളത്. അപ്പോൾ ഹ്യൂമൻസിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജനിതക വസ്തു ഏതാണ്, DNA ആണ്. അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, DNA ആണ്. ആ DNA വളരെ ചെറുതാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കണ്ടൻസ് ആക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് എന്തിനുള്ളിലാണ് വെച്ചത്, ക്രോമസോമിനുള്ളിലാണ് വെച്ചത്. അപ്പോൾ ആ ഒരു കണ്ടൻസ്ഡ് ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക, അതായത് DNA വെച്ചിട്ടുള്ള ആ കണ്ടൻസ്ഡ് ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്രോമസോം എന്ന് പറയുക. അപ്പോൾ ആ ക്രോമസോം നമ്മളിങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൽ നിന്ന് DNA കിട്ടും. നമ്മുടെ DNA എന്ന് പറയുന്നത് എന്താണ്, ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA ആണ്, 2 സ്ട്രാൻഡുകളുള്ള DNA ആണ്. അപ്പോൾ ആ ക്രോമസോമിനെ നമ്മൾ നൂർത്തി കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നേരെ സ്ട്രെച്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതെന്താണ്, അത് DNA ആണ്. ഇതിനുള്ളിൽ എന്തുണ്ട്, DNA ഉണ്ട്. ഇതിനുള്ളിലായിട്ട് എന്തുണ്ട്, DNA ഉണ്ട്. നമ്മുടെ ജനിതക വസ്തുവായിട്ടുള്ള DNA ഉണ്ട്. അതാണ് നമ്മുടെ DNA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുണ്ട്, ക്രോമസോമിനകത്ത് എന്തുണ്ട്, DNA ഉണ്ട്. ഈ DNA ഒരു പോർഷനെയാണ് നമ്മൾ ശരിക്കും എന്ത് പറയുക, ജീൻ എന്ന് പറയുക. DNA ഒരു പോർഷനെ, അതായത് DNA അകത്ത് എന്തുണ്ട്, ഒരുപാട് ജീനുകളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ജീൻ എന്നുള്ളത് നോക്കാം. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്, സെല്ലുകൾ കൊണ്ടാണ്. കോടാനുകോടി സെല്ലുകൾ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സെല്ലുകളുടെ മർമ്മം എന്ന് പറയുന്നത്, കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ്, ന്യൂക്ലിയസ് ആണ്. ആ സെല്ലിന്റെ എല്ലാവിധ ആക്ടിവിറ്റികളെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഏത്, ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം എന്ന് പറയുന്നത്. ആ ന്യൂക്ലിയസ് നിയന്ത്രിക്കാൻ കാരണം എന്താണ്, അതിനകത്താണ് നമ്മുടെ ജനിതക വസ്തു ഉള്ളത്, അതായത് DNA ഉള്ളത്. അപ്പോൾ സെല്ലിനകത്ത് ക്രോമസോമിനകത്തായിട്ട് എന്തുണ്ട്, DNA ഉണ്ട്. ഏകദേശം 2.2 മീറ്റർ ആണ് DNA ലെങ്ത് എന്ന് പറയുന്നത്. ആ 2.2 മീറ്ററുള്ള DNA നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോൾഡ് ചെയ്തിട്ട് കണ്ടൻസ്ഡ് ഫോമിൽ ക്രോമസോം ആക്കി എന്ത് ചെയ്തിട്ടുണ്ട്, സെല്ലിനുള്ളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ DNA ഒരു പോർഷനെ, ആ DNA-ക്ക് അകത്തുന്നുണ്ട് ഒരുപാട് ജീനുകളുണ്ട്. ഒരുപാട് ജീനുകളുണ്ട്. അപ്പോൾ എന്താണ് ജീൻ എന്ന് പറയുന്നത്, സാധാരണ എന്താണ് ജീൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി. എന്താണ്, യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി. ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഹെറിഡിറ്റി, ഇറ്റ് ഈസ് ദ ഫിസിക്കൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി അങ്ങനെ പറയാറുണ്ട്. നമ്മൾ ജസ്റ്റ് എന്താ പറയുക, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ വാഹകർ എന്നുള്ള സിമ്പിളായിട്ട് നമ്മൾ എന്താ പറയാറുണ്ട്, യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ പാരമ്പര്യത്തിൻ്റെ വാഹകരാണ് ജീനുകൾ എന്ന് പറയുന്നത്. ഈ ജീനുകൾ എവിടെയാണുള്ളത്, DNA അകത്താണുള്ളത്. അപ്പോൾ DNA അകത്ത് ഈ ജീനുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു DNA എന്ന് പറയുന്നത് നമ്മുടെ DNA സ്ട്രക്ചർ ഒക്കെ നമ്മൾ പഠിക്കും. അതിനു മുൻപ്
ജസ്റ്റ് ഇത് മാത്രം പറയാൻ വേണ്ടി പറയാണ്. ഇപ്പോൾ DNA എന്ന് പറയുന്നത് ഇങ്ങനെ ലോങ് ആയിട്ട് കിടക്കുകയാണ്. അതിൻ്റെ ഓരോ പോർഷൻ ചെറിയ ചെറിയ ഭാഗങ്ങളിലായിട്ടാണ് എന്ത് കാണുന്നത്, ജീനുകൾ കാണുന്നത്. അപ്പോൾ പറഞ്ഞ യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി ആണ്, അതായത് പാരമ്പര്യ വാഹകരാണ്. അതിനർത്ഥം ഈ DNA എന്ത് ചെയ്യുന്നുണ്ട്, DNA ഒരു പ്രോസസ്സ് വഴി RNA ആയിട്ട് മാറും. അപ്പോൾ DNA എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി, ആ പ്രോസസ്സൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ DNA എന്ത് ചെയ്യും, RNA ആയിട്ട് മാറും. RNA എന്ത് ചെയ്യും, പ്രോട്ടീനായിട്ട് മാറും. ആ പ്രോട്ടീൻ എന്താണോ ഉണ്ടാകുന്നത് അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, അത് എക്സ്പ്രസ് ചെയ്യും. ഇപ്പം നമ്മുടെ ഓരോ ക്യാരക്ടേഴ്സ്, ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ എന്താണെന്ന് പറയാം അതിന് മുൻപ്. അതൊക്കെ എക്സ്പ്രസ് ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, DNA ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. DNA ഓരോ ഇൻഫർമേഷൻ ഉണ്ട്, അത് പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ്, ഈ ഒരു വഴിയിലാണ്. DNA RNA, RNA പ്രോട്ടീൻ. അപ്പം ജീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA ഒരു ചെറിയ ഭാഗം RNA ആയി മാറുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിന് നമുക്ക് എന്ത് പറയാം, ജീൻ എന്ന് പറയാം. DNA ഒരു പോർഷൻ RNA ആയിട്ട് മാറുന്നുവെങ്കിൽ ആ പോർഷന് നമ്മൾ എന്ത് പറയും, ജീനുകൾ എന്ന് പറയും. അപ്പോൾ ഈ ഒരു പോർഷൻ ഇതെന്താണ്, അപ്പോൾ ഇത് DNA ആണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പോർഷൻ എന്ത് ചെയ്യുന്നു, RNA ആയി മാറുന്നു. അപ്പോൾ ഇതെന്താണ്, ഇതൊരു ജീനാണ്. ഇനി ഈ ഒരു പോർഷൻ വേറൊരു RNA ആയിട്ട് മാറുന്നു, അതെന്താണ്, അത് വേറൊരു ജീനാണ്. അപ്പോൾ അങ്ങനെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ജീനിനെ ഡിഫൈൻ ചെയ്യാം. ജീൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് DNA ദാറ്റ് ഈസ് ട്രാൻസ്ക്രൈബ്ഡ് ഇൻ ടു RNA. എന്താണ്, ഒരു പോർഷനാണ്, അത് RNA ആയിട്ട് മാറുന്നെങ്കിൽ അത് ജീനാണ്. ഓക്കെ, അതോടൊപ്പം ജീൻ എന്താണെന്ന് കൂടി പറയാം. ഇറ്റ് ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി. പാരമ്പര്യത്തിൻ്റെ വാഹകരാണ് ജീനുകൾ. അതായത് നമ്മുടെ എന്ത് ചെയ്യുന്നു, ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ക്യാരക്ടേഴ്സിനെ പാസ് ചെയ്യുന്നുണ്ട്, ഓരോരോ സ്വഭാവങ്ങളെ പാസ് ചെയ്യുന്നുണ്ട്. അത് പാസ് ചെയ്യുന്ന എന്ത് വഴിയാണ്, ജീന് വഴിയാണ്. ഓക്കെ, ഇപ്പോൾ ഇതാണ് ജീനിനെ കുറിച്ചുള്ള ഒരു ഐഡിയ, ബേസിക് ആയിട്ടുള്ള ഐഡിയ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചാപ്റ്റർ കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, നിങ്ങൾ മനസ്സിലാവും. അപ്പോൾ എന്താണ്, ബാക്കിയുള്ള പോർഷൻസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നോക്കാം. നമ്മൾ പറഞ്ഞു ജീനുകൾ എന്താണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നേരെ പോവുകയാണ്. ജീനുകൾ എവിടെയാണ് കാണുന്നതെന്ന് പറഞ്ഞു, ക്രോമസോമിനകത്താണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ക്രോമസോം വരയ്ക്കാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ക്രോമസോം, ഇതാണ് ക്രോമസോമിൻ്റെ കണ്ടൻസ്ഡ് ഫോം അല്ലേ. നല്ല രീതിയിൽ ക്രോമസോം ഈ രീതിയിലാണ് കണ്ടൻസ് ആയിട്ട് കാണപ്പെടുന്നത്. ഇത് നമ്മുടെ ക്രോമസോമാണ്. അപ്പോൾ ക്രോമസോമിൽ DNA എന്ത് ചെയ്യുന്നു, മടക്കി വെക്കുന്നു. DNA ഒരു പോർഷനാണ് ജീൻ. ആ കാര്യം മനസ്സിലായല്ലോ, DNA ഒരു പോർഷനാണ് ജീൻ. അപ്പോൾ ക്രോമസോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കിക്കഴിഞ്ഞാൽ ജീൻ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വര വരയ്ക്കുകയാണ്. ഇതാണ് ക്രോമസോമിലെ ഒരു ജീൻ. അപ്പോൾ ജീനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. DNA ഒരു ജീനുണ്ട്, ആ ഒരു ജീന്, രണ്ടാമത്തെ ജീന്, അങ്ങനെ എന്ത് ചെയ്യുന്നു, ക്രോമസോമിൽ ഇങ്ങനെ ജീനുകളുണ്ട് അല്ലേ. അപ്പോൾ ക്രോമസോമിൽ ജീനുകൾ കാണപ്പെടുന്നത് എവിടെയാണോ ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ലോക്കസ്. ഓർമ്മ വേണം, ലോക്കസ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു A എന്ന് പറയുന്ന ജീനാണ്, ഇത് B എന്ന് പറയുന്ന ജീനാണ്. ഇത് രണ്ട് സ്ഥലത്താണ് കാണപ്പെടുന്നത് അല്ലേ. അപ്പോൾ A കാണപ്പെടുന്ന ഈ സ്ഥലം എന്താണ്, Aയുടെ ലോക്കസ് ആണ്. B കാണപ്പെടുന്ന ഈ പോർഷൻ എന്താണ്, അത് Bയുടെ ലോക്കസ് ആണ്. അപ്പോൾ എവിടെയാണോ ജീൻ ക്രോമസോമിലുള്ളത് ആ പൊസിഷന് നമ്മൾ എന്ത് പറയും, ലോക്കസ് എന്ന് പറയും. ഓക്കെ, അതായത് അഡ്രസ്സ്, ഞാൻ എവിടെയാണോ, നമ്മുടെ അഡ്രസ്സ് ചോദിച്ചാൽ എന്താ പറയുക, എൻ്റെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു സ്ഥലം പറയും അല്ലേ, നമ്മൾ കൃത്യമായിട്ടൊരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. ലൊക്കേഷൻ അത് തന്നെ, ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അപ്പോൾ Aയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ A പറയുന്നതാണ് Aയുടെ ലോക്കസിലാണ്. Aയുടെ വീടാണ് എന്ത്, ഇതാണ് അതിൻ്റെ ലോക്കസ് എന്ന് പറയുന്നത്. അതിനെങ്ങനെയാണ് പറയാമെന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോമസോമിൻ്റെ കാര്യം പറഞ്ഞു. ക്രോമസോമിലുള്ള ജീനുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ക്രോമസോമിൽ ജീനുകൾ എവിടെയാണോ കാണപ്പെടുന്നത് ആ ഭാഗത്തിന് എന്ത് പറഞ്ഞു, ലോക്കസ് എന്ന് പറഞ്ഞു. അപ്പോൾ ജീനുകൾ എന്താണെന്ന് മനസ്സിലായി, ലോക്കസ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി നോക്കാം, എന്താണ് ജീനുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ വാഹകരാണ് ജീനുകൾ. അതായത് യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി, അതാണ് ജീനുകൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പറയാം, DNA ഒരു പോർഷൻ RNA ആയി മാറുന്നുവെങ്കിൽ ആ പോർഷൻ നമുക്ക് എന്ത് പറയാം, ജീനുകൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ക്രോമസോമിനകത്ത് എന്ത് ചെയ്യുന്നു, ജീനുകൾ കാണപ്പെടുന്ന ഭാഗത്തിന് നമ്മൾ എന്ത് പറയും, ആ ജീനുകളുടെ ലോക്കസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ക്രോമസോം ഉണ്ട്. ക്രോമസോമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മനുഷ്യരിൽ എത്ര ക്രോമസോം ഉണ്ട്, 46 ക്രോമസോമുകളാണുള്ളത്. മനുഷ്യരിൽ എത്ര ക്രോമസോമുകളാണുള്ളത്, 46 ക്രോമസോമുകളാണ്. ഇത് കാണപ്പെടുന്നത് എങ്ങനെയാണ്, പെയറുകളായിട്ടാണ്. അതായത് ക്രോമസോമുകൾ കാണപ്പെടുന്നത് എങ്ങനെയാണ്, പെയറുകളായിട്ടാണ്. 46 ക്രോമസോം ഉണ്ടെങ്കിൽ എത്ര പെയർ ഉണ്ടാവും, 23 പെയേഴ്സ് അല്ലേ, 23 പെയറുകളുണ്ട് അല്ലേ. എന്താണ്, 46 ക്രോമസോമുകൾ ഉണ്ടെങ്കിൽ എത്ര പെയറുകൾ ഉണ്ടാവും, 23 പെയറുകൾ ഉണ്ടാവും. അപ്പം 46 ക്രോമസോം 23 പെയറുകളുണ്ട്. അപ്പോൾ ക്രോമസോം നമ്മളെങ്ങനെ ക്രോമസോമിന് പേര് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്പർ ഇടുകയാണ് ചെയ്യുക. ഒന്നാമത്തെ ക്രോമസോം, രണ്ടാമത്തെ ക്രോമസോം, അങ്ങനെ 23 പെയറുകളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്രോമസോം എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്, ഒരു പെയറുണ്ട് അല്ലേ, 2 ക്രോമസോമുകൾ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്രോമസോം, ക്രോമസോം നമ്പർ 1. നമ്പർ 1 എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്, 2 പെയറായിട്ടാണ് കാണുന്നത്. അപ്പോൾ 2 ക്രോമസോം ഉണ്ട്. ഇനി നമ്മൾ അടുത്ത ക്രോമസോമിനെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്രോമസോം നമ്പർ 2. അവിടെ എന്തുണ്ട്, 2 പെയറുകളുണ്ട് അല്ലേ. ക്രോമസോം നമ്പർ എന്ത് ചെയ്തു, 2. ഇനി അടുത്ത എന്താണ്, ക്രോമസോം നമ്പർ 3. അടുത്ത ക്രോമസോമിനെ വരയ്ക്കുകയാണ്. ഓക്കെ, ക്രോമസോം നമ്പർ 3 ഇത് അടുത്ത പെയറാണ്.
അങ്ങനെ നമുക്ക് എത്ര ഉണ്ട്? 23 പെയർ ക്രോമസോം ഇവിടെ ഉണ്ട്, മനുഷ്യരിലുണ്ട്. അപ്പൊ എന്തുകൊണ്ട് എങ്ങനെ പെയർ വരുന്നത്? ഇത് എവിടെ നിന്നാണ് ഈ പെയർ വരുന്നത്? എന്തുകൊണ്ടാണ് പെയർ ആയിട്ടുള്ളത്? കാരണം ഒരു ക്രോമസോം വരുന്ന എന്താണ്? ഒരു പെയറിലെ ഒരു ക്രോമസോം വരുന്ന ആരിൽ നിന്നാണ്? നമ്മുടെ അച്ഛനിൽ നിന്നാണ്. മറ്റൊന്നാണ് വരുന്ന ഫാദറിൽ നിന്നാണ്. മറ്റൊന്നാണ് മദറിൽ നിന്നാണ്. ഓക്കെ, എന്താണ്? ഒരു പെയർ ക്രോമസോമിലെ ഒരു ക്രോമസോം വരുന്ന എവിടെ നിന്നാണ്? ഫാദറിൽ നിന്നാണ്. മറ്റൊരാൾ വരുന്ന എവിടെ നിന്നാണ്? മദറിൽ നിന്നാണ്. ഇവർ എക്സാക്ട് റെപ്ലിക്കയാണ്, എക്സാക്ട് കോപ്പിയാണ്, ഒരേപോലെയുള്ള ക്രോമസോമാണ്. ആര്? 1ാം നമ്പർ ക്രോമസോം അല്ലെ? ഇവിടെ ഇപ്പോൾ 3 ക്രോമസോം നമ്പർ 3. അപ്പോൾ 3 എന്ന് പറയുന്നത് എന്താണ്? ഇവർ രണ്ടുപേരും എന്താണ്? എക്സാക്ട് റെപ്ലിക്ക അല്ലെങ്കിൽ ഒരേപോലെയുള്ള ക്രോമസോമുകളാണ്. അത് ഒന്ന് എന്ത് ചെയ്യുന്നു? അച്ഛനിൽ നിന്ന് വരുന്നു, അല്ലെ ഒന്ന് എന്ത് ചെയ്യുന്നു? ഫാദറിൽ നിന്ന് വരുന്നു, ഒന്ന് എന്ത് ചെയ്യുന്നു? മദറിൽ നിന്ന് വരുന്നു. അപ്പോൾ എക്സാക്ട് കോപ്പിയാണ്. ഈ എക്സാക്ട് കോപ്പി എന്ന് പറയാൻ കാരണം ഇതിന്റെ പൊസിഷൻ, അതായത് ഇതിലുള്ള ജീനുകൾ. ഇപ്പം ഞാൻ പറയാണ്, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? തൽക്കാലം നമ്മൾ വിചാരിക്കുക ഹൈറ്റിന്റെ ജീന് ഇവിടെയുണ്ട്. ഈ ഹൈറ്റിന്റെ ജീന് ഇവിടെ ഈ ക്രോമസോമിൽ ഇവിടെയാണെങ്കിൽ മദറിൽ നിന്ന് വരുന്നതും എവിടെ തന്നെയായിരിക്കും? അതേ പൊസിഷനിൽ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇവരെന്താണ്? എക്സാക്ട് കോപ്പിയാണെന്ന് പറയാൻ കാരണം. അതായത് ഈ ക്രോമസോമുകളിൽ, ഈ പെയറുകളിൽ എന്താണ് ജീനുകളുടെ പൊസിഷൻ എന്ന് പറയുന്നത്? ഇപ്പോൾ ഹൈറ്റിന്റെ ജീനാണെങ്കിൽ, ഒരേ ടൈപ്പ് ജീനാണെങ്കിൽ അത് ഒരേ പൊസിഷനിലായിരിക്കും. ഇത് ഹൈറ്റിന്റെ ജീൻ ഞാൻ കൊടുത്തു. ഇനി അടുത്ത് ഞാൻ വേറെ എന്തെങ്കിലും, എൻ്റെ ഐ കളർ. അപ്പോൾ ഐ കളർ പല രീതിയിലുണ്ട്, ബ്രൗൺ, ബ്ലാക്ക്, അങ്ങനെ പല രീതിയിലുണ്ടല്ലോ. ഐ കളറിന്റെ ജീൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ മദറിലും എവിടെ തന്നെയായിരിക്കും? ഇവിടെ തന്നെയായിരിക്കും. അപ്പോൾ ജീനുകളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ പെയറുകളിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇങ്ങനെയുള്ള പെയറുകളെ നമ്മൾ പറയുന്നതാണ് ഹോമലോഗസ് ക്രോമസോംസ്. എന്താ പറയുക? ഹോമലോഗസ് ക്രോമസോം എന്ന് പറയുന്നു. അപ്പോൾ മറന്നു പോരുത്, എന്താണ് പറയുക? ഹോമലോഗസ് ക്രോമസോം. ഹോമലോഗസ് ക്രോമസോം. ഈ കാര്യങ്ങൾ ക്ലിയർ ആയാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മുന്നോട്ട് പഠിക്കുന്ന സമയത്ത് എളുപ്പമാവുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഹോമലോഗസ് പെയർ എന്ന് വെച്ചാൽ, ഒരു പെയർ ആയിട്ട് ക്രോമസോം എന്താണ്? പെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതിൽ ഒരേപോലെയുള്ള ക്രോമസോമുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഹോമലോഗസ് ക്രോമസോം എന്ന് പറയുക. അപ്പോൾ ക്രോമസോം നമ്പർ 1 ഇതെന്താണ്? ഇതൊരു ഹോമലോഗസ് പെയർ ആണ്. ക്രോമസോം നമ്പർ 2 ഇതെന്താണ്? ഇവിടെ 2 ക്രോമസോമുകൾ, ഇത് രണ്ടും എന്താണ്? എക്സാക്ട് കോപ്പിയാണ്, ഒരേപോലെയുള്ള ക്രോമസോമുകളാണ്. ഇവരെന്താണ്? ഒരു ഹോമലോഗസ് പെയർ ആണ്. ഇനി ക്രോമസോം നമ്പർ 3 ഇവരെന്താണ്? ഇവരൊരു ഹോമലോഗസ് പെയർ ആണ്. അപ്പോൾ ഇവിടെ എത്ര ക്രോമസോം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് എത്ര എണ്ണം പറയാം? 1, 2, 3, 4, 5, 6 ക്രോമസോം ഉണ്ട്. എത്ര ഹോമലോഗസ് പെയർ ഉണ്ടെന്ന് വെച്ചാൽ എത്ര ഉണ്ട്? 1, 2, 3 എണ്ണമാണ്. മനസ്സിലായോ? എത്ര ക്രോമസോം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താണ്? 1, 2, 3, 4, 5, 6 ക്രോമസോം ഉണ്ട്. പക്ഷെ എത്ര ഹോമലോഗസ് പെയർ ഉണ്ടെന്ന് വെച്ചാൽ എത്രയാണ്? 1, 2, 3. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഒരേപോലെയുള്ള, അതായത് ഒരേപോലെ എന്ന് പറയുമ്പോൾ ജീനുകളുടെ പൊസിഷൻ എന്തായിരിക്കും? ഹോമലോഗസ് ക്രോമസോമുകളിൽ സെയിം ആയിരിക്കും. ഇപ്പോൾ ഹൈറ്റിന്റെ ജീനാണെങ്കിൽ എവിടെയാണോ ഹൈറ്റിന്റെ ജീന് ഫാദറിൽ നിന്ന് കിട്ടിയ ക്രോമസോമിലുള്ളത് അതേ പൊസിഷനിൽ തന്നെയായിരിക്കും മദറിൽ നിന്ന് കിട്ടിയ ക്രോമസോമിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പെയർ ഓഫ് ക്രോമസോമിൽ നമ്മൾ എന്ത് പറയും? ഹോമലോഗസ് ക്രോമസോം എന്ന് പറയും. ഓക്കെ, ഇതെന്താണ്? ഇവർ രണ്ടുപേരും ഹോമലോഗസ് ക്രോമസോമാണ്. എന്നാൽ ഈ ക്രോമസോം എന്തായിരിക്കും? ഇവർ രണ്ടുപേരും ഹോമലോഗസ് ആണോ? അല്ല, ഇവരെന്താണ്? നോൺ ഹോമലോഗസ് ആണ്. ഇത് ക്ലിയർ ആയിട്ട് ഓർമ്മ വേണേ. എന്താണ് ഹോമലോഗസ്, എന്താണ് നോൺ ഹോമലോഗസ്? ഇവർ നോൺ ഹോമലോഗസ് ആണ്. ഇയാളും എന്താണ്? സിമിലർ അല്ല. കാരണം ഇതിലുള്ള ജീനിന്റെ പൊസിഷനിൽ ഇവിടെ ആ ജീൻ ഉണ്ടാവണം എന്നില്ല. ഇവിടെ ഇപ്പം എ എന്ന് പറയുന്ന ജീൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, എ. പക്ഷെ ഇവിടെ എന്താവണമെന്നുണ്ടാവില്ല, ആ ജീൻ അവിടെ ഉണ്ടാവണമെന്നില്ല, അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പം എന്താണ് ഹോമലോഗസ് ക്രോമസോം, എന്താണ് നോൺ ഹോമലോഗസ് ക്രോമസോം, എന്താണ് ലോക്കസ്? അപ്പോൾ ഇതിൽ നമുക്ക് ലോക്കസ് കാണുമില്ല, എന്താണ് ലോക്കസ്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പോവാം. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ് നമ്മുടെ ഒരു ക്രോമലോഗസ്? നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ക്രോമസോം നമ്പർ 1 എന്ന് പറയുന്ന പെയറാണിത്. ഇത് ക്രോമസോം നമ്പർ 1 നമ്മളെടുത്തു. നമ്മുടെ ക്രോമസോം നമ്പർ 1 ആണിത്. ഇതെന്താണ്? ഇതൊരു ഹോമലോഗസ് പെയറാണ്. കാരണം എന്താണ്? ഇത് ഒന്ന് കിട്ടുന്നത് നമ്മുടെ മദറിൽ നിന്നാണ്, ഒന്ന് വരുന്നത് എന്താണ്? നമ്മുടെ ഫാദറിൽ നിന്നാണ്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു ഹൈറ്റിൻ്റെ ഒരു ജീനുണ്ട്. അത് എവിടെ കാണപ്പെടും? ഈ ക്രോമസോമിൽ ഇവിടെയാണെങ്കിൽ, ഹൈറ്റിൻ്റെ ജീൻ ഇവിടെയാണെങ്കിൽ മറ്റേ ക്രോമസോമിൽ എവിടെ തന്നെയായിരിക്കും? അതേ പൊസിഷനിൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹൈറ്റിൻ്റെ ജീനെ നമ്മൾ ടി എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. തൽക്കാലം വിചാരിക്കുക ഹൈറ്റിൻ്റെ ജീനെ ഞാൻ ടി എന്ന് പറഞ്ഞെടുത്തു. ഈ ക്രോമസോമിന് 2 ആമുണ്ട് അല്ലേ? അതിൽ ഒരു ആമിന് നമ്മൾ പി ആം എന്ന് പറഞ്ഞു, ഈ ആമിന് നമ്മൾ ക്യൂ ആം എന്നും പറഞ്ഞു. ഓക്കെ, ക്രോമസോമിനെ ഞാൻ എടുത്തു. അതിൽ ഇപ്പം തൽക്കാലം ഈ ഹോമലോഗസ് പെയറിൽ ഒന്നിനെ മാത്രം നോക്കുക. ഈ ഫസ്റ്റ് 1നെ നോക്കുക. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു 2 ആമുണ്ട്, പി ആമും ക്യൂ ആമും ഉണ്ട്. നമ്മുടെ ജീൻ ഏതാണ്? ടി ആണ് നമ്മുടെ ജീന്. ഓക്കെ, ഇനി നമ്മൾ ടിയുടെ ലോക്കസ് എങ്ങനെയാ പറയാന്ന് ചോദിച്ചാൽ, പി ആമിൽ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഏകദേശം 1.8 എന്നാണ് ഇതിൻ്റെ പൊസിഷൻ കൊടുത്തതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? പി ആമിൽ എന്താണ്? 1.8 പൊസിഷനിലാണ് ആരുള്ളത്?
നമ്മുടെ ടി ക്രോമസോം ഉള്ളത്. അപ്പോൾ ടി ക്രോമസോമിൻ്റെ ലോക്കസിൻ്റെ ഐഡൻറ്റിറ്റി നമുക്ക് എങ്ങനെ പറയാം? പി, അതായത് ഒന്നുകൂടി നോക്കണം. ക്രോമസോം നമ്പർ 1 ഓക്കെ, ക്രോമസോം നമ്പർ 1 അല്ലേ, നമ്മൾ പറഞ്ഞു ക്രോമസോം നമ്പർ 1 ആണ്. ക്രോമസോം നമ്പർ 1 പി ആമിൽ 1.8 ആണ് എന്തിൻ്റെ പൊസിഷൻ? ടീൻ്റെ പൊസിഷൻ. അത് തന്നെയായിരിക്കും ഈ ക്രോമസോമിലും അത് തന്നെയായിരിക്കും 1.8 ആയിരിക്കും പൊസിഷൻ. അത് നമ്മൾ എങ്ങനെ പറയും? ക്രോമസോം നമ്പർ 1 പി ആമിൽ 1.8. അതാണ് അതിൻ്റെ ലോക്കസിൻ്റെ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. ലോക്കസ് അവിടെയാണ് അത് കാണപ്പെടുന്നത്. എവിടെയാണോ ജീൻ ക്രോമസോമിൽ കാണപ്പെടുന്നത് ആ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? ലോക്കസ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടേമുകളാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ജീൻ പറഞ്ഞു, ഹോമലോഗസ് ക്രോമസോം എന്താണെന്ന് പറഞ്ഞു, നോൺ ഹോമലോഗസ് ക്രോമസോം എന്താണെന്ന് പറഞ്ഞു, ലോക്കസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. ഇത്രയും കാര്യങ്ങൾ, 4 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗമാണ് നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടേമുകളാണ്. ഒന്ന് ക്യാരക്ടർ, മറ്റൊന്ന് ട്രേറ്റ്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ കാര്യമാണ്. നേരത്തെയൊക്കെ ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു ക്യാരക്ടർ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ക്യാരക്ടർ, എന്താണ് ട്രേറ്റ്? ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവബിൾ ഫീച്ചറിനെയാണ് നമ്മൾ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഒബ്സർവബിൾ ഫീച്ചർ, ഒരാളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഫീച്ചറിന് നമുക്ക് എന്ത് പറയാം? ക്യാരക്ടർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഹൈറ്റ്, എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യാരക്ടറാണ്. ഹൈറ്റ് ഒരു ക്യാരക്ടറാണ്. പിന്നെ നമ്മൾ ഫ്ലവറിൻ്റെ, പ്ലാന്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്ലവർ കളർ അതെന്താണ്? ഒരു ക്യാരക്ടറാണ്. ഫ്ലവർ കളർ അതെന്താണ്? ഒരു ക്യാരക്ടറാണ്. മനസ്സിലായോ? ഇതാണ് ഒബ്സർവബിൾ ഫീച്ചർ, നമുക്ക് ക്യാരക്ടർ എന്ന് പറയാം. അപ്പോൾ എന്താണ് ട്രേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാരിയൻസ് ഓഫ് ക്യാരക്ടർ. ഒരു ക്യാരക്ടറിൻ്റെ വാരിയൻസിന് നമ്മൾ എന്ത് പറയും? ട്രേറ്റ് എന്ന് പറയും. എന്താ പറയുക? ക്യാരക്ടറിൻ്റെ വാരിയൻസ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ വഴി പറയുമ്പോൾ മനസ്സിലാവും. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്യാരക്ടറാണ്. നമ്മൾ പറഞ്ഞു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്യാരക്ടറാണ്. ആ ഹൈറ്റിനെ നമുക്ക് 2 രീതിയിൽ പറയാം. ഹൈറ്റ് കൂടിയതും ഹൈറ്റ് കുറഞ്ഞതും. അപ്പോൾ അതിന് വേരിയൻസ് വന്നു അല്ലേ? ക്യാരക്ടറിന് 2 വേരിയൻസ് വന്നു അവിടെ. എന്താണ്? ഒന്ന് ഹൈറ്റ് കൂടിയത് ടോൾ, മറ്റൊന്ന് ഹൈറ്റ് കുറഞ്ഞത് ഡ്വാർഫ്. അപ്പോൾ അതെന്താണ്? അത് ട്രേറ്റ് ആണ്. ടോൾ ആൻഡ് ഡ്വാർഫ്. ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ 2 വേരിയൻസ് ആണ് ടോളും ഡ്വാർഫും. അപ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്യാരക്ടറാണ്. ടോൾ ആൻഡ് ഡ്വാർഫ് എന്ന് പറയുകയാണ് അതെന്താണ്? ട്രേറ്റ് ആണ്. ഓക്കെ, മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഒബ്സർവബിൾ ഫീച്ചർ നമ്മൾ ക്യാരക്ടർ എന്ന് പറയും. ക്യാരക്ടറിൻ്റെ വാരിയൻറ്റിന് നമ്മൾ എന്ത് പറയും? ട്രേറ്റ് എന്ന് പറയും. അപ്പം അതേപോലെ ഫ്ലവർ കളർ നോക്കുകയാണെങ്കിൽ ഫ്ലവർ കളർ നമ്മൾ പറഞ്ഞു ഫ്ലവറിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ക്യാരക്ടറാണ്. അതിപ്പോൾ ഞാൻ റെഡും വൈറ്റ് എന്ന് പറയുന്നു. അപ്പോൾ അതെന്താണ്? അത് ട്രേറ്റ് ആണ്. അത് അതിൻ്റെ 2 ഫീച്ചറാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത്? റെഡ് ആൻഡ് വൈറ്റ് അതെന്താണ്? അത് ട്രേറ്റ് ആണ്. ക്യാരക്ടറിൻ്റെ വാരിയൻറ്റ്, ഡ്യുവൽ വാരിയൻ്റ് ആണ്. ക്യാരക്ടറിൻ്റെ ഡ്യുവൽ വാരിയൻറ്റിന് നമ്മൾ എന്ത് പറയും? ട്രേറ്റ് എന്ന് പറയും. അപ്പോൾ ക്യാരക്ടറും ട്രേറ്റും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അങ്ങോട്ട് പറയുക, മെൻഷൻ ചെയ്യുക എന്താണ്? ക്യാരക്ടർ ട്രേറ്റ് എന്നുള്ള പേരിലാണ്. അപ്പോൾ കാര്യം മനസ്സിലാക്കണം. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമാണ്. ഹൈറ്റ്, ഫ്ലവർ കളർ, അതേപോലെ തന്നെ ഐ കളറ്, പിന്നെ ഹെയറിൻ്റെ ടെക്സ്ചർ, ഹെയർ എങ്ങനെയാണെന്നുള്ളത്, കേളി, അപ്പോൾ ഹെയറിൻ്റെ ടെക്സ്ചർ, ഇതെല്ലാം എന്താണ്? ക്യാരക്ടറാണ്. ഇനി ഓരോ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഹൈറ്റിൻ്റെ ട്രേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? ടോള്, ഡാർഫ് അല്ലെ, നീളം കൂടിയത്, നീളം കുറഞ്ഞത്. ഇനി ഫ്ലവറിൻ്റെ കളർ ചോദിക്കുകയാണെങ്കിൽ 2 ട്രേറ്റ് അതിലുണ്ട്. എന്തൊക്കെയാണ്? റെഡ്, വൈറ്റ്. ഇനി എന്താ പറയുക? എൻ്റെ ഐ കളർ ചോദിക്കുകയാണെങ്കിൽ ഐ കളർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ക്യാരക്ടറാണ്. അത് ബ്രൗൺ ആണോ ബ്ലാക്ക് ആണോ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേറ്റ് ആണ്. ബ്രൗൺ, ബ്ലാക്ക് എന്നുള്ളത് എന്താണ്? ട്രേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്യാരക്ടറിൻ്റെ വേരിയൻസിന് നമ്മൾ എന്ത് പറയും? ട്രേറ്റ് എന്ന് പറയും. ഓക്കെ, നമ്മൾ അഗെയിൻ എന്താണ്? ഹോമലോഗസ് പെയറിലേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞത് നമ്മുടെ ക്രോമസോം ആണ്. ഹോമലോഗസ് പെയർ ആണ്. ഇത് ഹോമലോഗസ് പെയർ ആണ്. ഒരേപോലെയുള്ള, അതായത് ജീനുകൾ ഒരേ പൊസിഷനിൽ കാണപ്പെടുന്ന ക്രോമസോം. ഒന്ന് മദറിൽ നിന്ന്, ഒന്ന് ഫാദറിൽ നിന്ന്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഞാൻ തൽക്കാലം ഹൈറ്റിൻ്റെ ഒരു ജീനെ റെപ്രസെൻ്റ് ചെയ്യാണ്. ഹൈറ്റിൻ്റെ ജീൻ ഇവിടെ ഉണ്ട്. ഇത് ഹൈറ്റിൻ്റെ ജീനാണ്. അതേ പൊസിഷനിൽ ഇവിടെ എന്തുണ്ട്? ഹൈറ്റിൻ്റെ ജീനുണ്ട്. അപ്പോൾ ഒരാൾ എന്താണ്? മദറാണ്, ഒരാൾ എന്താണ്? ഫാദറാണ്. ഒരാൾ മദറാണ്, ഒരാൾ ഫാദറാണ്. അപ്പോൾ നമ്മൾ മദറിൽ നിന്ന് കിട്ടിയതാണ്, ഒന്ന് ഫാദറിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ ഹൈറ്റിൻ്റെ ജീൻ എന്ന് പറയുന്നത്. അപ്പം ഈ ജീൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ജീനിൻ്റെ ഡ്യുവൽ ഫോം ഉണ്ട് അല്ലേ, ഇവിടുന്ന് ഒന്ന് കിട്ടിയിട്ടുണ്ട്, ഇവിടെയും ഒരു ജീനുണ്ട്. അപ്പോൾ എന്താണ്? 2 ഫോമായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ലെറ്റേഴ്സാണ് ഉപയോഗിക്കുക. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈറ്റ് കൂടിയതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി, ടോൾ എന്നുള്ളതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ ടി ഉപയോഗിക്കുന്നു. സ്മോൾ അല്ലെ ഡാർഫ്, ഹൈറ്റ് കുറഞ്ഞത് എന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? സ്മോൾ ടി ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പാരൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരാളിൽ നമുക്ക് ഹൈറ്റ് കൂടിയ ജീൻ എന്താണ് കിട്ടുന്നത്. എന്നാൽ അടുത്ത ആളിൽ എന്താവണമെന്നില്ല,
ഇതേ എന്ത് ചെയ്യുന്നില്ല, ഇതേ അതായത് ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ജീൻ ഇവിടെ സെയിം ആണ്, ഇതേ പൊസിഷനിൽ തന്നെയാണ്. പക്ഷെ ആദ്യം തന്നെ വരണമെന്നില്ല, ക്യാപിറ്റൽ ടി തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ എന്തായിരിക്കും ഡോർഫിന്റെ ജീനായിരിക്കും മദറിന് കിട്ടിയത്, നീളം കുറഞ്ഞതായിരിക്കും കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ഇങ്ങനെ ആ പൊസിഷനിൽ രണ്ട് രീതിയിൽ ഇത് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്യാപിറ്റൽ ടി ഈ സ്മോൾ ടി എന്നുള്ളതാണ് ഒരാളുടെ ജനറ്റിക് മേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇയാളെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് ചോദിച്ചാൽ, ഇയാളുടെ ഹൈറ്റ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ ഏത് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരുമിച്ച് എഴുതുന്നു ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതാണ് അയാളുടെ ജനറ്റിക് മേക്കപ്പ്, ഹൈറ്റിന്റെ ജനറ്റിക് മേക്കപ്പ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ജീനോ ടൈപ്പ്. എന്താ പറയുക, ജീനോ ടൈപ്പ്. ഇയാളുടെ ജീനോ ടൈപ്പ് ഇങ്ങനെയാണ്, ഹൈറ്റിന്റെ ജീനോ ടൈപ്പ് ഇങ്ങനെയാണ്. എങ്ങനെ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. കാരണം എങ്ങനെയാണ് കിട്ടിയത്, അയാൾക്ക് ഒരു ക്രോമസോമിൽ ഹൈറ്റിന്റെ പൊസിഷനിലുള്ള ജീനിൽ എന്താണ് ടി, ക്യാപിറ്റൽ ടി ആണ്, മറ്റേ ജീനിൽ എങ്ങനെയാണ് സ്മോൾ ടി ആണ് വന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജീനോ ടൈപ്പ് പറയുക, ജനറ്റിക് മേക്കപ്പിനെയാണ് നമ്മൾ ജീനോ ടൈപ്പ് എന്ന് പറയുക. അപ്പോൾ ഇയാളുടെ ജീനോ ടൈപ്പ് എങ്ങനെയാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇനി വേറെ രീതിയിൽ എങ്ങനെ വരാം, ഒന്നുകിൽ ഇപ്പം പറഞ്ഞ പോലെ രീതിയിൽ വരാം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ വരും, രണ്ടും ഈ രീതിയിൽ വരാം. ജനറ്റിക് മേക്കപ്പ് ഇങ്ങനെ വരാം, വേറൊരാളിന് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ വരാം, രണ്ടും ക്യാപിറ്റൽ ടി ഈ രീതിയിലും വരാം. ഇനി അതല്ലെങ്കിൽ എങ്ങനെ വരാം, രണ്ടും സ്മോൾ ടി ഇങ്ങനെയും എന്ത് ചെയ്യാം, ജനറ്റിക് മേക്കപ്പ് വരാം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക, ജീനോ ടൈപ്പ് എന്ന് പറയും. ഇങ്ങനെ എഴുതുന്നതിന് ജീനോ ടൈപ്പ് എന്ന് പറയും. അപ്പം ഇതാണ് ജീനോ ടൈപ്പ് എന്ന് പറയുന്നത്, എന്താണ് ജനറ്റിക് മേക്കപ്പ്, അയാളുടെ ഉള്ളിൽ എങ്ങനെയാണ് ജീനുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിലാണെങ്കിൽ എന്ത് പറയും, ഇതാണ് അയാളുടെ ജനറ്റിക് മേക്കപ്പ് എന്ന് പറയാം. ഇങ്ങനെ എന്ത് ചെയ്യാൻ വരാം, ഈ രീതിയിൽ വരാം, ഈ രീതിയിൽ വരാം. ഇങ്ങനെ 3 രീതിയിൽ എന്ത് ചെയ്യാം, ജനറ്റിക് മേക്കപ്പ് അല്ലെങ്കിൽ ജീനോ ടൈപ്പ് വരാം ഈ ആളിൽ. ഇനി നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഇങ്ങനെ ക്രോമസോം നമ്പർ നമ്മളെടുത്ത് ഒരു ക്രോമസോം എടുത്തു, ഹോമോലോഗസ് പെയർ എടുത്തു. ഇവിടെ നമുക്ക് പറഞ്ഞു ഹൈറ്റിൻ്റെ എന്തുണ്ട്, വേരിയൻസ് ഉണ്ട്. ഹൈറ്റിൻ്റെ 2 വേരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ആളെ ഇങ്ങനെയുള്ള ആളെ എടുക്കുകയാണ് അല്ലേ. ഇവിടെ 2 വേരിയൻസ് കിട്ടി. ഈ 2 വേരിയൻസിന് ഇവിടെ ഒരു ക്യാപിറ്റൽ ടീം ഒരു സ്മോൾ ടീം ഉണ്ട്. അപ്പോൾ 2 സാധനമുണ്ട്, 2 വേരിയൻസ് ഉണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് ജീനിൻ്റെ ഈ വേരിയൻസിന് നമ്മൾ പറയുന്നതാണ് അലീൽസ്. എന്താണ് പറയുക, അലീൽസ്. അപ്പോൾ ഇവിടെ എത്ര അലീൽസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ഉണ്ട്, 2 അലീൽസ് ആണുള്ളത്. ഒന്ന് ക്യാപിറ്റൽ ടീം, ഒന്ന് സ്മോൾ ടീം. 2 അലീൽസ് ഉണ്ട്. അപ്പം എന്താണ് ജീനിന്റെ ഈ ഒരു വേരിയൻസിന് നമ്മൾ പറയുന്ന പേരാണെന്ത്, അലീൽസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ജീനോ ടൈപ്പ്. ഇപ്പോൾ 3 പേഴ്സൺസിൻ്റെ ഇവിടെ എഴുതി, 3 പേഴ്സൺസിൻ്റെ എഴുതി. അപ്പോൾ നമ്മൾ ഓരോ പേഴ്സൻ്റെ ജീനോ ടൈപ്പ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ആളത് ഇതാണ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്. ആദ്യത്തെ ആളതാണ് ക്യാപിറ്റൽ ടി. ഇത് നോക്കൂ, ഇവിടെ എന്താണ് ജീനോ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. രണ്ടാമത്തെ ആളുടെ എടുക്കുകയാണെങ്കിൽ സ്മോൾ ടി ആണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആൾ. അവരുടെ എങ്ങനെയാണ്, രണ്ടാമത്തെ ആളതാണ് സ്മോൾ ടി. ഇനി മൂന്നാമത്തെ ആണ് എന്ത്, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോൾ ഇതിനൊക്കെ ഓരോ പേരുണ്ട്. ഇത് നമ്മൾ എന്താണ് പറയുക, ഹോമോസൈഗസ് ഡോമിനന്റ് എന്ന് പറയും. ഹോമോസൈഗസ് ഹോമോസൈഗസ് ഡോമിനന്റ് എന്ന് പറയും. ഹോമോസൈഗസ് എന്ന് പറയുന്നത് എന്താണ്, ഹോമോസൈഗസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള അലീലുകൾ ഒരാളിൽ വരികയാണെങ്കിൽ അതിന് ഹോമോസൈഗസ് എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ക്യാപിറ്റൽ ടി ഒരേപോലെയുള്ള അലീലുകളാണ്. നമ്മൾ പറഞ്ഞാൽ ഇതിനെ അലീലുകൾ എന്ന് പറയും. അതായത് ഇവിടെ 2 ഉണ്ട്, ആ 2 ഓരോന്നിനെയും നമ്മൾ എന്ത് പറയും, അലീലുകൾ എന്ന് പറയും. അപ്പോൾ ഒരേപോലെയുള്ള അലീലാണ്, അത് ഹോമോസൈഗസ് ആണ്. ഇവിടെ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് ഡോമിനന്റ് ആണ്. അത് എന്താണെന്നുള്ളത് നമ്മൾ ബാക്കി ക്ലാസ് പറയുന്നതിനനുസരിച്ച് പറയും. ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കുക, ക്യാപിറ്റൽ ടി ഡോമിനന്റ് ആണ്, സ്മോൾ ടി എന്ന് പറയുന്നത് റെസസീവ് ആണ്. അപ്പോൾ ഇയാൾ എന്താണ്, ഹോമോസൈഗസ് ഡോമിനന്റ് ആണ്. ഇവിടെ എന്താണ്, 2 സ്മോൾ ടി ആണ്. അവരും എന്താണ്, ഹോമോസൈഗസ് ആണ്, ഒരേപോലെയുള്ള അലീലുകളാണ് സ്മോൾ ടി. അപ്പോൾ എന്താണ്, ഹോമോസൈഗസ് ആണ്, പക്ഷെ എന്താണ്, റെസസീവ് ആണ്. ഇതെന്താന്നുള്ളത് പിന്നെ പറയും കേട്ടോ, പേടിക്കേണ്ട, പിന്നെ പറയും. അപ്പോൾ എന്താണ്, ഹോമോസൈഗസ് റെസസീവ് ആണ്. ഇനി അടുത്ത എന്താണ്, ഇത് ഹെട്രോസൈഗസ് ആണ്, ഒരേപോലെയുള്ള അലീലുകളല്ല, ഡിഫറെന്റ് അലീലുകൾ വന്നു. ഒന്ന് ക്യാപിറ്റൽ ടി ആണ്, ഒന്ന് സ്മോൾ ടി ആണ്. അപ്പോൾ ഡിഫറെന്റ് അലീലുകൾ. അപ്പോൾ ഹെട്രോസൈഗസ് ഡോമിനന്റ് ആണ്. ഈ കണ്ടീഷനാണ് ഓരോരുത്തർക്കും വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളോട് പറയാണ്, എത്ര അലീലുകൾ ഇവിടെ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ഉണ്ട്, നമ്പർ ഓഫ് അലീൽസ് എത്ര ഉണ്ട്, നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. ഇവിടെ എത്ര അലീൽസ് ഉണ്ട്, എന്താണ് അലീൽസ് മനസ്സിലായാൽ എത്ര അലീലുകൾ ഉണ്ടെന്ന് നിങ്ങൾ പറയാൻ പറ്റും. ഓരോ വേരിയന്റിനെയും, അതായത് ക്യാരക്ടറിന്റെ എന്താണ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞ ക്യാരക്ടർ ഏതാ, ഹൈറ്റ് ആണ് അല്ലേ. ഞാനിവിടെ പറഞ്ഞ ക്യാരക്ടർ ഏതാണ്, ഹൈറ്റ് ആണ്. ഹൈറ്റിന്റെ എന്ത് ചെയ്തു, ഹൈറ്റിന് 2 ഫോം ഞാൻ പറഞ്ഞു അല്ലേ. ഹൈറ്റിന് 2 ഫോമും ഡ്യുവൽ ഫോംസ് ഉണ്ട്. അതാണ് എന്ത് പറയുന്നത്, ഹൈറ്റ് കൂടിയത് ഹൈറ്റ് കുറഞ്ഞത് അല്ലെ, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്, ഓരോന്നും എന്താണ് അലീൽസ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെയുള്ള ഓരോ ക്യാരക്ടറും എന്താണ്, അലീൽസ് ആണ്. അപ്പോൾ എത്ര അലീൽസ് എന്ന് ചോദിച്ചാൽ എന്താണ്, ഇവിടെ 1 2 3 4 5 6 അല്ലെ, എത്ര ഉണ്ട്, 6 അലീൽസ് ഉണ്ട്. നമ്പർ ഓഫ് അലീൽസ് എത്രയാണ്, 6 ആണ്. ഇനി എത്ര ടൈപ്പ് അലീൽസ് ഉണ്ട്, ടൈപ്പ് ഓഫ് അലീൽസ് എത്ര ഉണ്ട്, എത്ര ടൈപ്പ് അലീൽസ് ഉണ്ട്, ആകെ 2 ടൈപ്പേ ഉള്ളൂ. ഏതാണ്, ഒന്ന് ക്യാപിറ്റൽ ടിയും ഒന്ന് സ്മോൾ ടിയും. അപ്പോൾ 2 ടൈപ്പ് അല്ലേ, 2 ടൈപ്സ്.
അതേ ഉള്ളൂ. കാരണം ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും അതിങ്ങനെ മാറി മാറി വരുന്നു എന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ 2 ടൈപ്പ് അലീൽസ് ആണുള്ളത്. ഇനി ടൈപ്പ് ഓഫ് ജീനോ ടൈപ്പ് എന്താണ്? ടൈപ്സ് ഓഫ് എത്ര ടൈപ്പ് ജീനോ ടൈപ്പ് ഉണ്ട്? ടൈപ്പ് ഓഫ് ജീനോ ടൈപ്പ്. ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ജനറ്റിക് മേക്കപ്പ് ആണ്. എത്ര ജീനോ ടൈപ്പ് ഉണ്ട്? ഇതാണ് ജീനോ ടൈപ്പ് എന്ന് പറയുന്നത്. എത്ര ജീനോ ടൈപ്പ് ഉണ്ട്? ഇവിടെ 1 ക്യാപിറ്റൽ ടി ഒരു ജീനോ ടൈപ്പ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി അടുത്ത ജീനോ ടൈപ്പ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി അടുത്ത ജീനോ ടൈപ്പ്. അപ്പോൾ എത്ര ഉണ്ട്? 3 ജീനോ ടൈപ്പുകൾ. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ മനസ്സിലാക്കാനുള്ളത്. എന്താണ് അലീൽസ്, എന്താണ് ജീനോ ടൈപ്പ്. ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറ്റിക് മേക്കപ്പിനാണ് നമ്മൾ എന്ത് പറയുക? ജീനോ ടൈപ്പ് എന്ന് പറയാം. ഒരു ക്യാരക്ടറിന്റെ ഡ്യുവൽ ഫോമിനെ, ട്രേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? അലീൽസ് എന്ന് പറയാം. ഓക്കെ, ക്യാരക്ടറിന്റെ ഡ്യുവലിനെ അല്ലെങ്കിൽ ക്യാരക്ടറിന്റെ വേരിയൻസിനെ, ട്രേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? എന്താണ്? അലീൽസ് എന്ന് പറയും. അലീൽസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് മേക്കപ്പ് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തത് 3 എണ്ണത്തിന്റെ ആണ് കൊടുത്തത്. അപ്പോൾ 3 എണ്ണത്തിന്റെ കൊടുത്തതുകൊണ്ട് എത്ര ജീനോ ടൈപ്പ് ഉണ്ട്? നമുക്ക് 3 ജീനോ ടൈപ്പ് കിട്ടി. എത്ര അലീൽസ് ഉണ്ട്? നമ്പർ ആകെ 6 അലീൽസ് ആണുള്ളത്. എത്ര ടൈപ്പ് അലീൽസ് ഉണ്ടെന്ന് വെച്ചാൽ എത്രയാണ്? 2 എണ്ണമാണ്. ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്താണ് ഫീനോ ടൈപ്പ് എന്ന് പറയുന്നത്. ഫീനോ ടൈപ്പ്. ജീനോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്? ഫീനോ ടൈപ്പ്. ജീനോ ടൈപ്പ് എന്നത് ജനറ്റിക് മേക്കപ്പ് ആണ്. അതായത് ഞാൻ എന്ത് ചെയ്തു? ഒരാളെ ഈ രീതിയിലൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്താണ്? ഞാൻ ഹൈറ്റിൻ്റെ എഴുതുകയാണ്. ഹൈറ്റിൻ്റെ ഈ 3 രീതിയിൽ നമുക്ക് എഴുതാം അല്ലേ. ഹൈറ്റിൻ്റെ ജീനോ ടൈപ്പ് നമുക്ക് ഈ 3 രീതിയിൽ എഴുതാം. ഇയാൾ എങ്ങനെയാണ് കാണാനെന്ന് ചോദിച്ചാൽ, അതായത് ക്യാപിറ്റൽ ടൈപ്പ് ജീനോ ടൈപ്പുള്ള ജനറ്റിക് മേക്കപ്പ് ഉള്ള ആളെ പുറത്തുനിന്ന് നോക്കിയാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അയാൾ എന്താണ്? ടോളാണ്, നീളം കൂടിയ ആളാണ്. ഇനി ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉള്ള ആളെ പുറത്തുനിന്ന് നോക്കിയാലും അയാൾ എങ്ങനെയാണ്? ടോളാണ്. ഇത് എങ്ങനെ വരുന്നു എന്നുള്ളത് പിന്നെ പറഞ്ഞു തരാം. ഇപ്പോൾ മനസ്സിലാക്കുക, ക്യാപിറ്റൽ ടിയും ടോളാണ്. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടോളാണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടീം എന്താണ്? ടോളാണ്, ഹൈറ്റ് കൂടിയ ആളാണ്. ഇനി സ്മോൾ ടി എന്നുള്ളത് എന്താണ്? ഡ്വാർഫാണ്, നീളം കുറഞ്ഞ ആളാണ്. അപ്പം ഈ ഒരു സംഭവം, അതായത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ ഒബ്സർവബിൾ ആയിട്ടുള്ള ആ ഒരു ഫീച്ചർ എങ്ങനെയാണ്, അതിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുക. അപ്പോൾ ഒരാളെ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാളെ കാണുന്നു, അപ്പോൾ അയാൾ ഹൈറ്റ് കൂടിയ ആളാണ്, അയാൾ ടോൾ ആണെന്ന് പറഞ്ഞാൽ അതെന്താണ്? അയാളുടെ ഫീനോടൈപ്പാണ്. അയാൾ ടോൾ ആണെന്ന് പറഞ്ഞാൽ അതെന്താണ്? അയാളുടെ ഫീനോടൈപ്പാണ്. അയാൾ ഡോർഫ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? അത് അയാളുടെ ഫീനോടൈപ്പാണ്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒബ്സർവബിൾ ഫീച്ചർ, അതാണ് എന്ത്? നമ്മുടെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. എന്നാൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീനോടൈപ്പ് മനസ്സിലാവണമെന്നില്ല. ഹൈറ്റ് കുറഞ്ഞ ആൾ നമുക്ക് എന്ത് പറയാം? അയാൾ സ്മോൾ ടി ആണ്, അത് ജീനോടൈപ്പ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഒരാളെ കാണുമ്പോൾ ടോൾ ആണെങ്കിൽ നമുക്ക് ഇത് പറയാൻ പറ്റുമോ? ക്യാപിറ്റൽ ടി ആണോ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പോൾ ജീനോ ടൈപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ഉള്ളിലുള്ളതാണ്, ജീനിന്റെ ഉള്ളിലുള്ളതാണ്. അതായത് ക്രോമസോമിനുള്ളിൽ ജീനിന്റെ പൊസിഷൻ അനുസരിച്ചാണ് നമ്മൾ അത് പറയുക. അതുകൊണ്ട് അത് മനസ്സിലാവില്ല. പക്ഷെ എന്ത് മനസ്സിലാവും? പുറത്തുനിന്ന് നോക്കി കാണുന്ന ആ ഫീച്ചർ നമ്മൾ എന്ത് പറയും? ഫീനോടൈപ്പ് എന്ന് പറയും. അതാണ് ഫീനോടൈപ്പും ജീനോടൈപ്പും. ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ജനറ്റിക് മേക്കപ്പ് ആണ്, ഉള്ളിലുള്ളതാണ്. അതാണ് ഈ ഭാഗം. ഇതാണ് എന്ത്? നമ്മുടെ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ജീനോടൈപ്പ് ഇതെന്താണ്? ഇത് ഫീനോടൈപ്പാണ്. പുറത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഫീനോടൈപ്പാണ്. ഇനി അടുത്തതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ 2 ടേം പറഞ്ഞു. ഒന്ന് എന്താണ്? ഇൻഹെറിറ്റൻസ്, മറ്റൊന്ന് വേരിയേഷൻ. ഇൻഹെറിറ്റൻസ്, മറ്റൊന്ന് വേരിയേഷൻ. കുറേ ടേമുകളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യം നമ്മൾ പറഞ്ഞു ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞു, ട്രേറ്റ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ എന്ത്? ജീനോടൈപ്പ് എന്താണ്, ഫീനോടൈപ്പ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ അലീൽസ് എന്താണെന്ന് പറഞ്ഞു, ജീൻ എന്താണെന്നൊക്കെ പറഞ്ഞു, ലോക്കസ് എന്താണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ ടേമുകൾ പഠിച്ചു. ഇനി അടുത്ത ടേമാണ് ഇൻഹെറിറ്റൻസ്, വാരിയേഷൻസ്. എന്താണ് ഇൻഹെറിറ്റൻസ്? നമ്മൾ പറഞ്ഞു ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആണ് അല്ലേ. ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആണ്. അപ്പോൾ എന്താണ് ഇൻഹെറിറ്റൻസ്? നമ്മൾ ചില സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളൊക്കെ പുറത്ത് വെച്ച് കാണുന്ന സമയത്ത് ചോദിക്കും, ഇന്ന ആളുടെ മകളല്ലേ അല്ലെ, ഇന്ന ആളുടെ മകനല്ലേ എന്ന്. അവർ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വലിയ പരിചയമില്ലാത്ത ആളുകളാണെങ്കിലും പുറത്ത് ഇന്ന ആളുടെ ആരോ ആണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തോ സിമിലാരിറ്റി തോന്നുകൊണ്ടാണ് അല്ലേ. അപ്പം ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് നമുക്ക് നമ്മുടെ പാരൻസിൽ നിന്ന് കുറേ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട് അല്ലേ. ജനറ്റിക് ഇൻഫർമേഷൻ നമ്മുടെ പാരൻസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. അതെന്താണ്? ട്രാൻസ്ഫർ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം പാരൻസ് ടു പ്രോജനി. ഓക്കെ, പാരൻസിൽ നിന്ന് പ്രോജനിയിലേക്ക് പോകുന്ന ജീനുകളുടെ ആ ജീനുകൾ പോകുന്നതിൻ്റെ ആ പ്രോസസ്സ്, അതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പലരും നമ്മളെ സിമിലാരിറ്റി ഉണ്ട്, അച്ഛനായിട്ട് സിമിലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഫാദറായിട്ട് സിമിലാരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മദറുമായിട്ട് സിമിലാരിറ്റി ഉണ്ട് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇൻഹെറിറ്റൻസ് സംഭവിക്കുന്നത് കൊണ്ടാണ്. അതായത് എന്താണ്, ഒരാളിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ക്യാരക്ടേഴ്സ് പാസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്താണെന്ന് വേരിയേഷൻ, ദ ഡിഗ്രി വിച്ച് പാരൻസ് ആർ ഡിഫർ ഫ്രം ദെയർ പ്രോജനി. അതായത്
എത്ര നമ്മൾ സിമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും എവിടേക്കോ നമ്മൾ തമ്മിൽ എന്തുണ്ട്, വ്യത്യാസങ്ങളുണ്ട് അല്ലേ? പാരൻസും നമ്മൾ തമ്മിൽ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ പോലും ചില വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളുടെ ഡിഗ്രി ഓഫ് ആ ഡിഫറൻസ് അത് എത്രയാണ്, അതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറൻസിന് നമ്മൾ വേരിയേഷൻ എന്ന് പറയും, സിമിലാരിറ്റിക്ക് കാരണമാകുന്നതിന് നമ്മൾ എന്ത് പറയും, ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അപ്പൊ ഡിഗ്രി ഓഫ് ഡിഫറൻസ് ഫുൾ എഴുതുന്നില്ല, ഡിഫറൻസ് ബിറ്റ്വീൻ പാരൻസ് ആൻഡ് പ്രോജനി, അതാണ് വേരിയേഷൻ. ദ പ്രോസസ് ഓഫ് പാസിംഗ് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ജനറ്റിക് ഇൻഫർമേഷൻ, എങ്ങനെ വേണമെങ്കിലും വരാം, ക്യാരക്ടർ അല്ലെങ്കിൽ ജനറ്റിക് ഇൻഫർമേഷൻ ഓർ ജീൻസ് ഫ്രം പാരൻസ് ടു പ്രോജനി, അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്, അതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇൻഹെറിറ്റൻസ്, എന്താണ് വേരിയേഷൻ? നമ്മുടെ ടോപ്പിക്കിന്റെ ഡെഫിനിഷൻ ആണ്, ടോപ്പിക്കിന്റെ പേരാണ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്നുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇൻഹെറിറ്റൻസ്? ദ പ്രോസസ് ഓഫ് പാസിംഗ് ഓഫ് ക്യാരക്ടർ ഓർ ജനറ്റിക് ഇൻഫർമേഷൻ ഫ്രം പാരൻസ് ടു പ്രോജനി. എങ്ങനെയാണ് ജനറ്റിക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, ആ പ്രോസസ്സിന് നമ്മൾ എന്ത് പറയും, ഇൻഹെറിറ്റൻസ് എന്ന് പറയും. എത്രത്തോളം നമ്മൾ നമ്മുടെ പാരൻസിൽ നിന്ന് ഡിഫറെന്റ് ആണ്, അതിന് നമ്മൾ എന്ത് പറയും, വേരിയേഷൻ എന്ന് പറയും. അപ്പൊ ഈ ഒരു സിമിലാരിറ്റിയെയും ഡിഫറൻസിനെയും കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ഇത് ജനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ കംപ്ലീറ്റ് ആയി എന്താണ് ജനറ്റിക്സ് എന്നുള്ളതിന്റെ ആൻസർ നമുക്ക് കിട്ടി. കാരണം നമ്മൾ എന്താ പറയുന്നത്, സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇൻഹെറിറ്റൻസ് മനസ്സിലായി, എന്താണ് വേരിയേഷൻ മനസ്സിലായി. അപ്പൊ ഇതിന്റെയൊക്കെ ആകെ തുകയാണ്, അതാണ് ജനറ്റിക്സ്. അപ്പൊ എങ്ങനെയാണ് ജനറ്റിക്സ് സ്റ്റാർട്ട് ചെയ്തത്? ജനറ്റിക്സ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്തു, സെല്ലുണ്ടെന്ന് കണ്ടെത്തി, മൈക്രോസ്കോപ്പ് കണ്ടെത്തുന്നു, അതിലൂടെ നമ്മൾ സെല്ലിനെ കണ്ടെത്തുന്നു, സെല്ലുകളെ കുറിച്ച് പഠിക്കുന്നു, അതിന്റെ ന്യൂക്ലിയസിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ന്യൂക്ലിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ വിളിച്ചിട്ട് ന്യൂക്ലിയസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നു. പിന്നെ അവൻ എന്ത് ചെയ്തു, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, ഈ ഒരു 1676 നെഹ്മിയ ഗ്രൂ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പ്ലാന്റിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് പ്ലാന്റിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു, അതായത് മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും കൂടി ചേർന്ന് സൈഗോട്ട് ഉണ്ടാവുന്നു, അതിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നു എന്നുള്ള ഒരു തിയറി എന്ത് ചെയ്തു, കൊണ്ടുവന്നതോടുകൂടി എന്ത് ചെയ്യാൻ തുടങ്ങി, പ്ലാന്റുകളിൽ എന്ത് ചെയ്തു, ഹൈബ്രിഡൈസേഷൻ മെത്തേഡുകൾ എന്ത് ചെയ്തു, ഓരോ ആളുകൾ പ്ലാന്റുകളെ ബ്രീഡ് ചെയ്യിക്കാൻ തുടങ്ങി. അതായത് പുതിയ ജനറേഷന് പ്ലാന്റുകൾ ഉണ്ടാക്കാനുള്ള എക്സ്പെരിമെന്റ് തുടങ്ങി. അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ആഫ്റ്റർ എന്താണ് ദാറ്റ് എക്സ്പെരിമെന്റ് വിത്ത് ക്രോസിംഗ് പ്ലാന്റ്സ് ബിഗിൻസ്. പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്യിക്കുക നമ്മൾ പറയാം. ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റുകളിൽ എന്താണ് മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും എടുത്തിട്ട് ഫ്യൂസ് ചെയ്തിട്ട് പുതിയ ജനറേഷൻ പ്ലാന്റ്സ് ഉണ്ടാക്കുക. അങ്ങനെയുള്ള എക്സ്പെരിമെന്റ് തുടങ്ങാനുള്ള കാരണം എന്താണ്, 1676 നെഹ്മിയ ഗ്രൂ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പ്ലാന്റ്സിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തത് മുതലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ജനറ്റിക്സിന്റെ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, ഈ ഒരു ക്രോസിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ ക്രോസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 1856 മുതൽ 1863 വരെ ഒരു സയന്റിസ്റ്റ്, അദ്ദേഹം ഒരു മോങ്കായിരുന്നു. ചെറുപ്പം തൊട്ടേ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ഗാർഡനിൽ വളർന്നിട്ടുള്ള സസ്യങ്ങളെയും അതിന് ചുറ്റും വരുന്ന വണ്ടുകളെയും ഒക്കെ കുറിച്ച് ഇങ്ങനെ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെ പഠിക്കുന്ന ഒരാൾ ഈ ഒരു ഇതോടുകൂടി എന്ത് ചെയ്തു, പ്ലാന്റിലെ എക്സ്പെരിമെന്റ് നടത്താൻ തുടങ്ങി. അദ്ദേഹം സെലക്ട് ചെയ്ത പ്ലാന്റ് ആണ് ഗാർഡൻ പീ പ്ലാന്റ് അല്ലെങ്കിൽ പൈസം സെറ്റേവം. എന്താണ് അതിന്റെ ഫുൾ നെയിം, അതിന്റെ സയന്റിഫിക് നെയിം വേണം, ഗാർഡൻ പീ പ്ലാന്റ്. പയർ ചെടിയാണ്, നമ്മൾ ഗാർഡനിൽ വളർത്തുന്ന പയർ ചെടിയാണ്. ആ പയർ ചെടിയുടെ എന്താണ് സയന്റിഫിക് നെയിം ആണ് പൈസം സെറ്റേവം. എന്താണ് പൈസം സെറ്റൈവം എന്ന് പറയുന്ന പ്ലാന്റിൽ എന്ത് ചെയ്തു, അദ്ദേഹം ഒരുപാട് എക്സ്പെരിമെന്റ് നടത്തി. അങ്ങനെ ആ ഏകദേശം 7 വർഷത്തോളം തുടർച്ചയായിട്ട് കുറേ പ്ലാന്റുകളെ പല രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു, വളർത്താൻ തുടങ്ങി, ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം അദ്ദേഹം എന്ത് ചെയ്തു, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി ഉണ്ടാക്കി. എന്താണ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ തിയറി ഉണ്ടാക്കി. അപ്പൊ അന്ന് മുതലാണ് എങ്ങനെയാണ് ജീൻ അല്ലെങ്കിൽ ജനറ്റിക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്, ജീനുകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഐഡിയ തുടങ്ങിയത്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നതാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ്. ആ ആളാണ് ആര്, ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. എന്താണ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് നമ്മൾ എന്ത് പറയാറുള്ളത്, ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ് ചെയ്തത്, അദ്ദേഹം പയർ ചെടിയിൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞിട്ട് എക്സ്പെരിമെന്റ് നടത്തി. അതിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുള്ള കൺക്ലൂഷൻ എല്ലാം കൂടി ചേർത്ത് അദ്ദേഹം ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ത് ചെയ്തു, മുന്നോട്ട് വെച്ചു. എന്താണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്, ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്
ഇൻഹെറിറ്റൻസ്. ഈ ടേം കേട്ട മെൻ്റലിനെ ഓർമ്മ വേണം. അപ്പം അദ്ദേഹമാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തെ നമ്മൾ അതുകൊണ്ട് പറയുകയാണ് എന്ത്, അദ്ദേഹമാണ് ഇതിനു വേണ്ടി തുടങ്ങി വെച്ചത്, ജെനറ്റിക്സിലേക്കുള്ള തുടക്കം. നമുക്കൊന്നും ആദ്യം ഒന്നും അറിയില്ലായിരുന്നു, എങ്ങനെയാണ് അടുത്ത തലമുറയിലേക്ക് ക്യാരക്ടർ പാസ് ചെയ്യുന്നത്, അങ്ങനെ പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം പോലും അറിയില്ലായിരുന്നു. അതൊക്കെ മെൻ്റലിൻ്റെ എക്സ്പെരിമെൻ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്തത്, അറിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ എന്ത് പറയുന്നു, ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നു. അപ്പം നമുക്ക് ഇനി നോക്കാനുള്ളത് എന്താണ്, മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റുകളാണ്. മെൻ്റൽ എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് നടത്തിയത്, പയർ ചെടിയിൽ എക്സ്പെരിമെൻറ്റ് നടത്തിയെന്ന് പറഞ്ഞു. അപ്പം മെൻ്റൽ എങ്ങനെയാണ് ഈ എക്സ്പെരിമെൻറ്റ് നടത്തിയത്, മെൻ്റൽ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് പയർ ചെടീനെ സെലക്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. മെൻ്റലിൻ്റെ നടത്തിയ എക്സ്പെരിമെൻറ്റിൻ്റെ പേരെന്താണ്, ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്. ഏത് ചെടിയിലാണ് നടത്തിയത്, ഗാർഡൻ പീ പ്ലാന്റിലാണ് നടത്തിയത്. അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് എന്ത്, പൈസം സെറ്റൈവം എന്ന് പറയുന്നത്. 1856 മുതൽ 1863 വരെ 7 വർഷം നീണ്ട എക്സ്പെരിമെൻ്റ് ആണ് ആര് നടത്തിയത്, മെൻ്റൽ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം സെലക്ട് ചെയ്ത പീ പ്ലാന്റ് എന്ന് പറയുന്നത് 14 ട്രൂ ബ്രീഡിംഗ് പീ പ്ലാന്റ് ആണ്. എന്താണ് 14 ട്രൂ ബ്രീഡിംഗ് പീ പ്ലാന്റിനാണ് അദ്ദേഹം എടുത്തത്. അപ്പോൾ 14 ചെടികളെയാണ്, 14 ടൈപ്പ് ഉള്ള ചെടികളെയാണ് എന്ത് ചെയ്തത്, മെൻ്റൽ എടുത്തത്. അതായത് 1 ക്യാരക്ടർ വിത്ത് 2 ക്യാരക്ടർ വിത്ത് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്. അപ്പം എങ്ങനെ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെൻ്റൽ ഒരു പയർ ചെടി എടുത്തു. അപ്പോൾ അതിൻ്റെ ക്യാരക്ടർ ഹൈറ്റ്, ആദ്യം ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ മെൻ്റൽ കൺസിഡർ ചെയ്തു. ആ ഹൈറ്റിൽ 2 പീ പ്ലാന്റിനെ അദ്ദേഹം സെലക്ട് ചെയ്തു. ഒന്ന് ഹൈറ്റ് കൂടിയ ആളെ, ടോൾ എന്ന് പറയുന്നതിന്, മറ്റൊന്ന് ഹൈറ്റ് കുറഞ്ഞ ആളെ, ഡോർഫ് എന്ന് പറയുന്നത്. അപ്പോൾ മെൻ്റൽ എത്ര ക്യാരക്ടർ സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ, നമ്മൾ പറഞ്ഞു 14 പ്ലാന്റിനെയാണ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ, ഒരു ക്യാരക്ടറിൽ 2 പ്ലാന്റുകൾ വീതം അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് മെൻ്റൽ എത്ര ചെയ്തു, 7 ക്യാരക്ടേഴ്സ് ആണ് പഠിച്ചത്. എത്രയാണ്, 7 ക്യാരക്ടർ പഠിച്ചു. 7 ക്യാരക്ടർ മെൻ്റൽ പഠിച്ചു. അതിൽ എത്ര പ്ലാന്റുകൾ ഉണ്ടായിരുന്നു, 14 പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2 വീതം അല്ലേ. ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ കൊടുത്തു, ഹൈറ്റിൽ എന്തുണ്ട്, ടോളും ഉണ്ട്, ഡോർഫും ഉണ്ട്. ഹൈറ്റ് കൂടിയ ചെടിയുണ്ട്, ഹൈറ്റ് കുറഞ്ഞ ചെടിയുണ്ട്. അതുപോലെ മെൻ്റൽ എന്തെടുത്തു, വേറെ 6 കൂടി എടുത്തു. അങ്ങനെ 7 ക്യാരക്ടർ ടോട്ടൽ എടുത്തു. അതിൽ 14 ചെടികളെയാണ് മെൻ്റൽ എടുത്തിട്ട് പഠിച്ചത്, എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം എന്ത് ചെയ്തു, 14 ചെടികളിൽ എടുത്തിട്ട് മെൻ്റൽ എന്ത് ചെയ്തു, എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ മെൻ്റലിനെ 2 രീതിയിലാണ്, 2 എക്സ്പെരിമെന്റ് ആണ് പ്രധാനമായിട്ട് ചെയ്തത്. ഒന്ന് ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ, ഒരു ജീനിന്റെ ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ ചെയ്തു. രണ്ടാമത്തത് ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻസ്, 2 ജീൻ. അങ്ങനെ 2 എക്സ്പെരിമെന്റ് ആണ് പ്രധാനമായിട്ട് ചെയ്തത്. ഒരു ജീനിനെ മാത്രം എടുത്ത് പഠിച്ചു, പിന്നെ 2 ജീനിനെ ഒരുമിച്ച് എടുത്ത് പഠിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് മെൻ്റൽ എന്ത് ചെയ്തു, എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം മെൻ്റൽ എടുത്ത ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്, അതിൽ വരുന്ന 2 ട്രേറ്റ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ 7 ക്യാരക്ടറാണ് മെൻ്റൽ എടുത്തത്. ആ 7 ക്യാരക്ടറിന് ഒന്ന് ഫ്ലവർ കളർ, ഫ്ലവറിന്റെ കളർ, അതൊരു ക്യാരക്ടറാണ്. പ്ലാന്റിന്റെ ഹൈറ്റ്, ചെടിയുടെ ഉയരം. സീഡ് കളർ, നമ്മുടെ എന്താണ് സീഡിന്റെ കളർ എന്താണെന്നുള്ളത്. പിന്നെ സീഡിന്റെ ഷേപ്പ് എങ്ങനെയാണ്. പിന്നെ പോഡ് കളർ, പിന്നെ പോഡ് ഷേപ്പ്, പിന്നെ ഫ്ലവർ പൊസിഷൻ. അങ്ങനെ 7 ക്യാരക്ടർ എടുത്തു. 7 ക്യാരക്ടറിലും എന്താണ്, 2 വീതം ട്രേറ്റ് ഉണ്ടാവും. നമുക്കറിയാം ഒരു ക്യാരക്ടറിന് 2 ട്രേറ്റ് ഉണ്ടാവും, ഡ്യുവൽ നേച്ചർ ഉണ്ട്. അപ്പം ഫ്ലവർ കളർ എന്ന് പറയുമ്പോൾ 2 രീതിയിൽ വരുന്നുണ്ട്. പയർ ചെടി കൃത്യമായിട്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് കാണിക്കുന്നവരാണ്. അപ്പം പയർ ചെടിയിൽ എന്താണ്, ഫ്ലവർ കളർ എടുക്കുന്ന സമയത്ത്, ഫ്ലവർ കളർ എന്ന് പറയുന്ന ക്യാരക്ടർ എടുക്കുന്ന സമയത്ത് പയർ ചെടിയിൽ 2 ട്രേറ്റ് ഉണ്ട്. ഒന്ന് വയലറ്റ് എന്ന് പറയാം, പർപ്പിൾ അല്ല, വയലറ്റ് എന്ന് കൊടുക്കാം, വയലറ്റ്, മറ്റൊന്ന് വൈറ്റ്. ഇപ്പൊ 2 ട്രേറ്റ് ഉണ്ട്, എന്താണ്, വയലറ്റ്, വൈറ്റ്. അതേപോലെ പ്ലാന്റ് ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ എന്തുണ്ട്, 2 രീതിയിലുണ്ട്, ഒന്ന് ടോള്, ഒന്ന് ഡാർഫ്. അപ്പൊ ഇതെന്താണ്, ഇത് ക്യാരക്ടറാണ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ട്രേറ്റ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു, എന്താണ് ക്യാരക്ടർ, എന്താണ് ട്രേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ സീഡ് കളർ 2 രീതിയിലുണ്ട്. ഏതൊക്കെ, യെല്ലോ സീഡും ഉണ്ട്, ഗ്രീൻ സീഡ് വരുന്ന പ്ലാന്റും ഉണ്ട്. സീഡ് ഷേപ്പ്, അപ്പോൾ 2 പ്ലാന്റ് ഏതൊക്കെയാണ്, റൗണ്ട് സീഡ് ഷേപ്പ് വരുന്നതുണ്ട്, റിങ്കിൾഡ് സീഡ് ഷേപ്പ് വരുന്നുണ്ട്, ഉരുണ്ടതുണ്ട്, ചുളുങ്ങിയതുണ്ട്. അതേപോലെ ഇനി പോഡ് കളർ, ഗ്രീന്, യെല്ലോ. പോഡ് കളർ എങ്ങനെയാണ്, ഗ്രീൻ ഉള്ളതുണ്ട്, യെല്ലോ ഉള്ളതുണ്ട്. ഇനി പോഡ് ഷേപ്പ്, ഇൻഫ്ലേറ്റഡ്, ഇതേപോലെ എന്താണ്, ഫുൾ ആയിട്ടുള്ളതുണ്ട്, കൺസ്ട്രിക്റ്റഡ്, ഫ്ലാറ്റ് ആയിട്ടുള്ളതുണ്ട്. ഇനി ഫ്ലവർ പൊസിഷൻ, ആക്സിയൽ ഫ്ലവർ ഉണ്ടാകുന്നതുണ്ട്, അതേപോലെ എന്താണ്, ടെർമിനൽ ഫ്ലവർ ഉണ്ടാകുന്നതുണ്ട്. ഇങ്ങനെയാണ് 14 ചെടീനെ എടുത്തത്. അപ്പോൾ ഇതാണ് 14 ചെടി, 1 2 3 4 5 6 7 8 9 10 11 12 13 14. അങ്ങനെ 14 ചെടികളെയാണ് എന്ത് ചെയ്തത്, മെൻ്റൽ എടുത്ത് പഠിച്ചത്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു ഡോമിനന്റ് ആൻഡ് റെസസീവ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഡോമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പഠിച്ചത് എങ്ങനെയാണ്, ജീനോടൈപ്പ് എഴുതാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടോളിൻ്റെ നമ്മൾ ഇങ്ങനെ എഴുതി, ഡാർഫിൻ്റെ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ എഴുതി അല്ലേ, പിന്നെ എങ്ങനെ എഴുതി. ഈ 3 ജീനോടൈപ്പ് നമ്മൾ എന്ത് ചെയ്തു, ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടറിന് ഇങ്ങനെ 3 രീതിയിൽ ജീനോടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇയാളെ നമ്മൾ എന്ത് പറയും, ഹൈറ്റ് ഉള്ള ആളാണെന്ന് പറയും, ടോൾ ആണെന്ന് പറയും. ഇയാളെ നമ്മൾ എന്താ പറഞ്ഞത്, ടോൾ ആണെന്ന് പറഞ്ഞു. ഇയാൾ എന്താണെന്ന് പറഞ്ഞു, ഡ്വാർഫ് ആണെന്ന് പറഞ്ഞു അല്ലേ.
അപ്പോൾ ഇവരെന്താണ് ഇത് ടോളാണ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം എന്താണ് രണ്ടും എന്താണ് രണ്ട് അലീലും എന്താണ് ക്യാപിറ്റൽ ടി ആണ്. ഇത് ഡോർഫാണെന്ന് നമുക്ക് മനസ്സിലാവും. എന്താണ് രണ്ടും എന്താണ് സ്മോൾ ടി ആണ്. ഇവിടെ നിങ്ങൾ കണ്ടോ ഇവിടെ ഒരു ക്യാപിറ്റൽ ടിയും ഒരു സ്മോൾ ടിയും ആണ്. പക്ഷെ ആരാണ് കാണിച്ചത്? ടോളാണ്. അപ്പോൾ ഇതിൽ ഏത് അലീലിനെയാണ് ഇവിടെ ഏത് അലീലാണ് എക്സ്പ്രസ് ചെയ്തത്? ക്യാപിറ്റൽ ടി ആണോ സ്മോൾ ടി ആണോ? ഏതാണ്? ക്യാപിറ്റൽ ടി ആണ് എക്സ്പ്രസ് ചെയ്തത്. അപ്പോൾ അയാൾ എന്താണ് ഇവിടെ ഡോമിനന്റ് ആണ്. ഇവിടെ ഡോമിനന്റ് ആണ്. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിലും ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കും? ഡോമിനന്റ് ആയിരിക്കും. അതായത് ഏതെങ്കിലും ഒരു ട്രേറ്റ് ഡോമിനന്റ് ആയിരിക്കും. ഇവിടെ എന്താണ് ക്യാപിറ്റൽ ടി, ഇവിടെ സ്മോൾ ടി. ഇതിൽ ആരാണ് ഡോമിനന്റ്? ക്യാപിറ്റൽ ടി ആണ്. ക്യാപിറ്റൽ ടി എന്താ കാണിക്കുന്നത്? ടോളാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇത്? ടോളാണ്. അപ്പോൾ അതേപോലെ നമ്മൾ പറയുന്ന ഫ്ലവർ കളറിൽ എടുക്കുകയാണെങ്കിൽ ഒരാൾ ഡോമിനന്റ്, ഒരു കളർ ഡോമിനന്റും ഒരു കളർ എന്താണ് റെസസീവും ആണ്. അപ്പോൾ ഇവിടെ ഏതാണ്? വയലറ്റ് ആണ് എന്ത് ഡോമിനന്റ്, വൈറ്റ് ആണ് എന്ത് റെസസീവ്. അതേപോലെ നമ്മളെല്ലാം നോക്കുകയാണെങ്കിൽ മുകളിലെല്ലാം എന്താണ് ഡോമിനന്റ് ആണ്, താഴെ എല്ലാം എന്താണ് റെസസീവ് ആണ്. അതെല്ലാം നോക്കി വെച്ചാൽ മതി. ഇപ്പം പ്ലാന്റിന്റെ ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ ടോൾ നമ്മൾ പറഞ്ഞ എന്താണ്? അതാണ് ഡോമിനന്റ്. ഇവിടെ ഷോർട്ട് എന്താണ്? അത് റെസസീവ് ആണ്. ഇനി സീഡ് കളർ എടുക്കുകയാണെങ്കിൽ നമ്മൾ യെല്ലോ എന്നുള്ളത് നമ്മൾ ക്യാപിറ്റൽ യൂസ് ചെയ്യും, ഗ്രീൻ എന്നുള്ളത് സ്മോൾ വൈ യൂസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ വൈയും സ്മോൾ വൈയും, ക്യാപിറ്റൽ വൈ എന്താണ്? യെല്ലോ ആണ്, സ്മോൾ വൈ എന്താണ്? ഗ്രീൻ ആണ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ ആരാണ് കാണിക്കുക? ആരാണ് ഇവിടെ ഡോമിനന്റ്? യെല്ലോ ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? യെല്ലോ എന്തായിരിക്കും? ഡോമിനന്റ് ആയിരിക്കും. യെല്ലോ ആണ് കാണിക്കുക. അങ്ങനെ തന്നെയാണ് എല്ലാം വരിക. ഇനി റൗണ്ടും റിങ്കിൾഡും നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? റൗണ്ട് ആണ് അവിടെ ഡോമിനന്റ് എന്ന് പറഞ്ഞു. അപ്പം റൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ആർ കൊടുക്കും. റിങ്കിളിന് നമ്മൾ എന്ത് ചെയ്യും? സ്മോൾ ആർ കൊടുക്കും. അപ്പം ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എന്താണ്? ആരാണ് റെപ്രസെന്റ് ചെയ്യുക? ആരാണ് കാണിക്കുക? റൗണ്ട് ആണ് ഇവിടെ എന്ത്? ഡോമിനന്റ്. അപ്പോൾ ഡോമിനന്റ് ആയിട്ടുള്ള ആളിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുന്നത്. റെസസീവ് ആയിട്ടുള്ള നമ്മൾ സ്മോൾ ലെറ്റർ ആണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? ഡോമിനന്റ് ട്രേറ്റും റെസസീവ് ട്രേറ്റുകളും എന്ത് ചെയ്തു? മെന്റൽ കണ്ടു. അങ്ങനെ മെന്റൽ എന്ത് ചെയ്തു? 14 ചെടികളിലാണ് പഠിച്ചത്. എത്ര ക്യാരക്ടറാണ് പഠിച്ചത്? 7 ക്യാരക്ടറാണ് പഠിച്ചത്. 2 എക്സ്പെരിമെന്റ് ആണ് ചെയ്തത്. ഒന്ന് ഒരു സിംഗിൾ ജീനിനെ വെച്ച് ഇത് എക്സ്പെരിമെന്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? 2 ജീനിനെ ഒരുമിച്ച് വെച്ച് എന്ത് ചെയ്തു? എക്സ്പെരിമെന്റ് ചെയ്തു. സിംഗിൾ ജീൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ എന്താണ്? പ്ലാന്റിന്റെ ഹൈറ്റ് മാത്രം, ഹൈറ്റിന്റെ ജീന് അതെന്താണ്? 2 ചെടി വരുന്നുണ്ട്, അത് വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുക. ഇനി അല്ലെങ്കിൽ എന്താണ്? ഒറ്റന്ന് പറയുമ്പോൾ സീഡ് കളർ എടുക്കുകയാണെങ്കിൽ യെല്ലോയും ഗ്രീനും അത് മാത്രം വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യുക. അതാണ് സിംഗിൾ ജീനിന്റെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ആ എക്സ്പെരിമെന്റ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിനി തൊട്ടടുത്ത ക്ലാസ്സുകളിലായിട്ട് എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ്? വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ഇത്രയും പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു? നമ്മൾ ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ ടേംസ് പറഞ്ഞു. ആദ്യം ജീൻ എന്താണെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ക്രോമസോമാണ് ജീനിന്റെ പൊസിഷൻ, ലോക്കസ് എന്താണെന്ന് പറഞ്ഞു, ജീനോടൈപ്പ് എന്താണ്, ഫീനോടൈപ്പ് എന്താണെന്ന് പറഞ്ഞു, എന്താണ് ക്യാരക്ടർ, എന്താണ് ട്രേറ്റ് എന്ന് പറഞ്ഞു, ഹോമലോഗസ് എന്താണ്, നോൺ ഹോമലോഗസ് ക്രോമസോം എന്താണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഫീനോടൈപ്പും ജീനോടൈപ്പും പറഞ്ഞു. പിന്നെ എന്താണ്? എങ്ങനെയാണ് അലീൽസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? മെന്റലിന്റെ എക്സ്പെരിമെന്റിനെ കുറിച്ച് നമ്മൾ തുടങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 14 ചെടികളിൽ മെന്റൽ എക്സ്പെരിമെന്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ മെന്റലിന്റെ എക്സ്പെരിമെന്റ് ആണ് നമുക്ക് ഇനി എന്ത് ചെയ്യാനുള്ളത്? പറയാനുള്ളത്. അതിന്റെ കൂടെ എന്ത് ചെയ്യാനുണ്ട്? മെന്റലിന്റെ ലോസും പറയാനുണ്ട്. ആ എക്സ്പെരിമെന്റ് വഴി മെന്റൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യാനുണ്ട്? ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതൊരു വലിയ ചാപ്റ്റർ ആണ്. അപ്പം ബാക്കി ഇനി നിങ്ങൾക്കാണ് ഇതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ചാനൽ എന്ത് ചെയ്യണം? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിന്റെ ക്ലാസ് നോട്ട്സ് ഉണ്ടാവും. ആ നോട്ട്സ് കിട്ടാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്? ലിങ്ക് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി എന്ത് ചെയ്യണം? ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മൊത്തം ഇതിന്റെ ബാക്കി ക്ലാസ്സുകൾ എന്ത് ചെയ്യാം? കാണാം. താങ്ക്